ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മെയിൻ സീൻസ് ഓഫ് എപ്പിസോഡ്സിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം തലക്കേടില്ലാത്തൊരു എപ്പിസോഡ് എന്ന് തന്നെ പറയണം. അങ്ങനെ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ദേവജി ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്. എനിക്കൊന്ന് അവസാനമായിട്ട് ദേവജി കാണിച്ച ഒരു എപ്പിസോഡ് അന്ന് കൃഷിൻ്റെ മുൻപിൽ കൺമണിയുടെ സത്യസന്ധത തെളിയിക്കാനായിട്ട് നമ്മുടെ ദേവജി വന്നതായിട്ടാണ്. പിന്നീട് ഒരു എപ്പിസോഡിലും ദേവജി കാണിച്ചിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ അതുപോലെ തന്നെ ദേവജി ഒരു വലിയ സത്യത്തിൻ്റെ പിന്നാലെയുള്ള അന്വേഷണത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആരും ഇന്നത്തെ എപ്പിസോഡ് മിസ്സാക്കല്ലേ. പിന്നെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട്. ഈ അടുത്ത ഒരാഴ്ചയായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു. അതിൻ്റെ കാരണം എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും നാളും നിങ്ങൾ എനിക്ക് തന്ന സപ്പോർട്ട് ഇനിയും വേണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിലെ ഒരു മെയിൻ സീനാണിത്. അങ്ങനെ നമ്മുടെ മാനസ ഒരിടത്ത് ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനെ കൃഷി എല്ലാവരുടെ മുന്നിൽ വെച്ച് തന്നെ ഇൻസൾട്ട് ചെയ്തതും ഒക്കെ ഇങ്ങനെ ആലോചിച്ച് നമ്മുടെ മാനസയ്ക്ക് കലി കയറി ഇരിക്കുവാണ്. ആ സമയത്ത് അങ്ങോട്ട് നമ്മുടെ കൃഷി വരുന്നുണ്ട്. കൺമണി പറഞ്ഞ പ്രകാരം സോറി പറയാനാണ് കൃഷി വരുന്നത്. അങ്ങനെ കൃഷി മാനസ എടുത്ത് വന്നിട്ട് മാനസ എന്ന് വിളിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മാനസയാണെങ്കിൽ ഇങ്ങനെ കൃഷി നോക്കുന്നുണ്ട്. ആ സമയത്ത് കൃഷി മാനസ എടുത്ത് പറയുന്നുണ്ട്, മാനസ അപ്പോഴത്തെ എൻ്റെ ഒരു വർക്ക് ലോഡിൻ്റെയും ടെൻഷൻ്റെയൊക്കെ ഭാഗമായിട്ട് ആണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതിൽ മാനസ അതൊന്നും സീരിയസ് ആയിട്ട് എടുക്കല്ലേ, ഞാൻ അപ്പോഴത്തെ ഒരു ഇതിൽ പറഞ്ഞതേ ഉള്ളൂ. സോറി മാനസ, ഞാൻ മാനസ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇങ്ങനെ വഴക്ക് പറഞ്ഞതിനൊക്കെ സോറി എന്ന് പറയുന്നുണ്ട്. ഇതേക്കുന്ന മാനസയാണെങ്കിൽ ഉടനെ മനസ്സ് വിചാരിക്കുന്നുണ്ട്, പിന്നെ നീയല്ലേ എൻ്റെ അടുത്തൊന്ന് സോറി പറയുന്നത്, ഇതാ കൺമണി പറഞ്ഞിട്ടാണെന്ന് എനിക്കറിയാടാന്ന് ഇങ്ങനെ മനസ്സ് വിചാരിക്കുന്നുണ്ട്. ആ സമയത്ത് കൃഷി ചോദിക്കുന്നുണ്ട്, അല്ല മാനസ എന്താ ആലോചിക്കുന്നതെന്ന്. ഈ സമയത്ത് മാനസ മറ്റൊരു റൂട്ട് പിടിക്കുവാണ്. അങ്ങനെ മാനസ പറയുന്നുണ്ട്, കൃഷ് എൻ്റെ വിരലിൽ കിടക്കുന്ന ഈ മോതിരം നീ എപ്പോൾ അണിയിച്ചതെന്നല്ലോ നിനക്ക് വല്ല ഓർമ്മയുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് മാനസ പറയുന്നുണ്ട്, നീ എൻ്റെ MD മാത്രമല്ല, എൻ്റെ വുഡ് ബീയും കൂടെയാണ്, അത് നീ പലപ്പോഴും മറന്നു പോകുന്നു കൃഷ് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് കൃഷി ആണെങ്കിൽ ഇങ്ങനെ മനസ്സ് വിചാരിക്കുന്നുണ്ട്, ഓ അവൾ തുടങ്ങി, നിന്നെ അല്ലടി ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത്, ഞാൻ എൻ്റെ കൺമണിയാടി കല്യാണം കഴിക്കാൻ പോകുന്നത് ഇങ്ങനെ കൃഷി വിചാരിക്കുന്നുണ്ട്. ആ സമയത്ത് മാനസ മനസ്സ് വിചാരിക്കുന്നുണ്ട്, എടാ കൃഷ്, നീ ഇപ്പോൾ ആരെക്കുറിച്ച് ഓർത്തതെന്ന് എനിക്കറിയാം, നീ അവളെക്കുറിച്ചല്ലേ ഓർത്തത്, നിന്നെ എന്തായാലും അവൾക്ക് ഞാൻ വിട്ടുകൊടുക്കുന്നത് നീ ഒരിക്കലും വിചാരിക്കേണ്ടെന്ന് പറയുന്നുണ്ട്. ശേഷം കൃഷി ഇങ്ങനെ പറയുന്നുണ്ട്, മാനസ ഞാൻ സോറി പറഞ്ഞല്ലോ. ആ സമയത്ത് മാനസ പറയുന്നുണ്ട്, കൃഷി ഈ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എന്നെ വഴക്ക് പറയുകയോ ദേഷ്യപ്പെടുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ നമ്മൾ മാത്രം അയക്കുന്ന സമയത്ത് നീ എന്നെ ഒരുപാട് സ്നേഹിക്കുക തന്നെ വേണം കൃഷ് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് മാനസയാണെങ്കിൽ കൃഷി പോലും പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന സമയത്ത് കെട്ടിപ്പിടിക്കുന്നുണ്ട്. കൃഷിനെ കെട്ടിപ്പിടിക്കുക എന്നല്ല പറയേണ്ടത്, ഞെക്കിക്കൊല്ലുക എന്ന് തന്നെ പറയണം. ആ രീതിയിലാണ് നമ്മുടെ മാനസയുടെ കെട്ടിപ്പിടുത്തം. കൃഷിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കുകയാണ് മാനസ. ഇത് കണ്ടിട്ട് കൃഷിനാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ കൃഷി ബലം പ്രയോഗിച്ച് മാനസയെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ കൺമണിയല്ലേ ആള്, ചിലപ്പോൾ ഇവൻ ചെന്ന് അവിടെ ചെന്ന് പറയുമ്പോൾ ചിലപ്പോൾ കൺമണി പറഞ്ഞെന്ന് പറയും, സാറ് പോയി നമ്മുടെ മാനസയെ കെട്ടിപ്പിടിച്ചിട്ട് വരാം. അങ്ങനെ ചിലപ്പോൾ വലിയ ടാസ്കുകളൊക്കെ കൺമണി കൊടുത്തെന്ന് വരും. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ കൃഷി അങ്ങനെ ബലം പ്രയോഗിച്ച് മാനസയെ വിടിയിക്കാൻ ശ്രമിക്കാത്തത്. തുടർന്ന് കാണിക്കുന്ന അലികയാണ്. അങ്ങനെ അലികയിൽ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ ദേവജി വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ദേവജിയെ സാഗർ വിളിക്കുന്നുണ്ട്. എന്നിട്ട് സാഗർ വീട്ടിൽ അഡ്വക്കേറ്റ് ഷൺമുഖദാസ് വന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇതേക്കുന്ന ദേവജി പറയുന്നുണ്ട്, അഡ്വക്കേറ്റ് ഷൺമുഖദാസ് വന്നിട്ടുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ കനപ്പെട്ട ആരോ ഉണ്ട് സാഗർ. ചിലപ്പോൾ ഇതിന് മുന്നോടിയായിട്ടായിരിക്കും ആ ലാലി എന്ന് പറയുന്ന ഒരു സിസ്റ്റർ വന്നത്. ആ സമയത്ത് സാഗർ തിരിച്ചു പറയുന്നുണ്ട്, എന്തായാലും ദേവജി രാമനാവാൻ സാധ്യതയില്ല, കാരണം അവൻ ജയിലിലാണല്ലോ, ഇനി മറ്റാരെങ്കിലും അവന് സാധ്യതയുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് ദേവജി പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ ജർമ്മനി പോയിട്ട് വാ, ഞാനിവിടെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കോളാം. പിന്നീട് ദേവജി പറയുന്നുണ്ട്, പിന്നെ സാഗർ ആ ലാലി വന്ന CCTV ഫുട്ടേജ് നിങ്ങളുടെ വീട്ടിലുണ്ടല്ലോ, അതെനിക്കൊന്ന് സെൻഡ് ചെയ്തേക്കെ, അത് വെച്ചൊക്കെ ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് സാഗർ പറയുന്നുണ്ട്, ശരി ദേവജി എന്ന് പറയുന്നുണ്ട്. പിന്നീട് കോളൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ദേവജി ആണെങ്കിൽ മഹിയുടെ അടുത്ത് എല്ലാം വിസ്തരിച്ച് പറയുന്നുണ്ട്. ആ സമയത്ത് ദേവജി പറയുന്നുണ്ട്, എനിക്കൊരു നേഴ്സിനെ കണ്ടുപിടിക്കണം, അവരുടെ പേര് ലാലി എന്നാണ്, അവരെയാണ് കണ്ടുപിടിക്കേണ്ടത്. അവർ മുമ്പ് ജൂബിലി ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്തിരുന്നത്. അവർ സത്യം പറഞ്ഞാൽ നമ്മുടെ സുജാത 30 വർഷം മുൻപ് പ്രസവിക്കാനായിട്ട് ആ ഹോസ്പിറ്റലിൽ പോയപ്പോഴായിരുന്നു അവരവിടെ ജോലി ചെയ്തിരുന്നത്. ഇപ്പോൾ അവർ ആ സുമിത്ര ഇല്ലേ, അവർക്ക് വേണ്ടി വർക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ നടക്കുന്ന എല്ലാ പ്രശ്നത്തിൻ്റെ മാസ്റ്റർ ബ്രെയിൻ ആരാണെന്ന് എനിക്കറിയാം, ആ സുമിത്രയും ബാലു. ആ സമയത്ത് നമ്മുടെ മഹി ചോദിക്കുന്നുണ്ട്, അല്ല സാറിന് എങ്ങനെ ഇതൊക്കെ അറിയാം എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല അവർ തമ്മിൽ എന്താ സത്യത്തിലുള്ള പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ദേവജി പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ പിന്നീട് വിശദമായിട്ട് നിൻ്റെ അടുത്ത് പറഞ്ഞു തരാം എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട മഹി പറയുന്നുണ്ട്, എന്തായാലും സാഗർ സാറിനെ രക്ഷിക്കാൻ വേണ്ടി നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ദേവജി പറയുന്നുണ്ട്, പക്ഷെ അതിനൊക്കെ ആദ്യം വേണ്ടത് ആ ലാലിയുടെ ഒരു
രൂപമാണ്, ഒരു രേഖാചിത്രം. അത് എങ്ങനെയെങ്കിലും വരച്ചെടുക്കണം എന്ന് പറയുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്ന ഡിസൈനിങ് റൂമാണ്. അവിടെ കൺമണി അഞ്ജലി എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഡിസൈൻ കണ്ടതിന് ശേഷം ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മൾ ഡിസൈനേഴ്സ് ആയിരിക്കാം, പക്ഷേ ഒരു പാട്ടായാലും ഡാൻസ് ആയാലും അല്ലെങ്കിൽ എന്ത് തന്നെ ആയാലും നമ്മൾ ചെയ്യുന്നതിന് നമ്മുടേതായിട്ടുള്ള ശൈലി കൊണ്ടുവരാൻ ശ്രമിക്കണം അതിൽ. എന്നാലേ അതിന് നമ്മൾ ചെയ്ത ആ വർക്കിൻ്റെ ഒരു ഇത് വരത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ അഞ്ജലി ചെയ്തത് നല്ല വർക്കൊക്കെ തന്നെയാണ്, എന്നാലും അഞ്ജലിയുടേതായിട്ടുള്ളൊരു ശൈലി അതിലിപ്പോഴും വന്നിട്ടില്ല. ഇതെന്തായാലും നല്ലത് തന്നെയാണ്. അഞ്ജലിയുടെ ആ ഒരു ഇതൊഴിച്ച് നോക്കിയാൽ നല്ല ഡിസൈൻ തന്നെയാണിത്. പക്ഷേ ഇനി വരയ്ക്കുന്ന ഡിസൈനിൽ അത് അഞ്ജലിയാണ് വരച്ചതെന്ന് ആരും പറയാതെ തന്നെ തോന്നിക്കണം. ആ രീതിയിൽ അഞ്ജലിയുടെ ഒരു ശൈലി അതിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം എന്ന് പറയുന്നുണ്ട് കൺമണി. പിന്നീട് കൺമണി അങ്ങോട്ട് പോകുന്ന സമയത്ത് ദേവജി ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നത് കൺമണി ശ്രദ്ധിക്കുന്നുണ്ട്. ആ സമയത്ത് ദേവജി ഇങ്ങനെ പറയുന്നുണ്ട്, സത്യം അറിയാലോ കൺമണി, കൺമണി ഞാൻ വാച്ച് ചെയ്യുന്നത്, കൺമണി എന്ത് കോൺഫിഡൻഷ്യലായിട്ടാണ് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. കൺമണി ആ പറഞ്ഞില്ലേ നമ്മുടേതായിട്ടുള്ള ഒരു ശൈലി നമ്മൾ എല്ലാത്തിലും കൊണ്ടുവരണം എന്നുള്ള ആ ഒരു കാര്യം, അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്തായാലും കൺമണി ചീഫ് ഡിസൈനറിന് ഏറ്റവും യോഗ്യമായ ഒരാൾ തന്നെയാണെന്നൊക്കെ കൺമണി ഇങ്ങനെ പുകഴ്ത്തുന്നുണ്ട് നമ്മളെ ദേവജി. പിന്നീട് ദേവജി പറയുന്നുണ്ട്, കൺമണിക്ക് ഞാനൊരു അൺഒഫീഷ്യലായിട്ടുള്ള ഒരു ഡ്യൂട്ടി തരാൻ പോവുകയാണ്. അതായത് ഈ വീഡിയോയിൽ കാണുന്ന ഈ സ്ത്രീയില്ലേ, ഇവയുടെ ഒരു രേഖാചിത്രം കൺമണി എനിക്ക് വരച്ചു തരണം. കൺമണി മുമ്പ് പോലീസുകാർക്ക് കുറ്റവാളികളുടെയൊക്കെ രേഖാചിത്രം വരച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, അതുപോലെ ഇത് വരച്ചാൽ മതി, കൺമണിയെ കൊണ്ട് എന്തായാലും ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. പിന്നീട് ദേവജി പറയുന്നുണ്ട്, ഇവരെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ അറിയണം എന്നുണ്ട്, പക്ഷേ ഇവരുടേതായിട്ടുള്ളൊരു ഫോട്ടോയോ മറ്റോ ഒന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ആകെയുള്ളത് ഈ വീഡിയോ ആണ്, അതാണെങ്കിൽ ഒട്ടും തന്നെ വ്യക്തമല്ല. അപ്പോൾ കൺമണി എന്തായാലും ഒരു ഇവരെക്കുറിച്ചുള്ള രേഖാചിത്രം വരച്ച് തരുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് കൺമണി ചോദിക്കുന്നുണ്ട്, അയ്യോ സാർ എന്നെക്കൊണ്ട് ഇത് പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ദേവജി കൺമണിയെ കുറേ കിടന്ന് പൊക്കുന്നുണ്ട്. പിന്നീട് ദേവജി പറയുന്നുണ്ട്, ഒരു വലിയ രഹസ്യത്തിൻ്റെ ചുരുളഴിക്കണമെങ്കിൽ ഈ സ്ത്രീ ആരാണ് എന്താണെന്നൊക്കെ അറിഞ്ഞേ തീരൂ, അതിന് കൺമണിയുടെ സഹായം കൂടിയേ തീരൂ. പിന്നെ അത് മാത്രമല്ല, ഞങ്ങളെല്ലാവരും ഒരു വലിയ കാര്യത്തിൻ്റെ പിന്നാലെ ഉള്ള ഒരു അന്വേഷണത്തിലാണ്. അപ്പോൾ അതിലൊരു പ്രധാന അംഗം തന്നെ ആയിരിക്കും ഇപ്പോൾ കൺമണി. അതുകൊണ്ട് തന്നെ കൺമണിക്ക് ചില ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. ആ സമയത്ത് കൺമണി പറയുന്നുണ്ട്, എന്നാലും സാർ. ആ സമയത്ത് ദേവജി പറയുന്നുണ്ട്, ഒരു എന്നാലും ഇല്ല കൺമണി, നിനക്ക് മാത്രമേ ഇത് കഴിയൂ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് കൺമണി പറയുന്നുണ്ട്, എനിക്ക് മറ്റൊരു കാര്യം ചോദിക്കാനുണ്ട്, ഈ സ്ത്രീ ആരാ, വല്ല ക്രിമിനലും വല്ലതും ആണോ? ആ സമയത്ത് ദേവജി പറയുന്നുണ്ട്, അതിനെപ്പറ്റിയൊന്നും എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല, പക്ഷെ അതിനു മുമ്പ് തന്നെ പല തെളിവുകളും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, എത്രയും വേഗം കൺമണി ഈ ഒരു രേഖാചിത്രം എന്നെ വരച്ച് കാണിക്കണം എന്ന്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, എന്നെ വരച്ചിട്ട് കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ദേവജി അവിടുന്ന് പോകുന്നുണ്ട്. ഈ സമയത്ത് കൺമണി സംശയാസ്പദമായ രീതിയിൽ ആ വീഡിയോ സൂം ചെയ്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി നോക്കുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്ന കൃഷ്ണയാണ്. കൃഷ്ണയാണെങ്കിൽ ഇങ്ങനെ കൺമണിയെ വെള്ളം ഊറിയിക്കുകയാണ്. കൃഷിനെ കണ്ടാലേ അറിയാം ആ കൺമണിയെ വെള്ളമൊറിയിക്കുക എന്താ ഒരു രസം എന്ന രീതിയിലാണ് കൃഷി ഇരിക്കുന്നത്. പക്ഷേ കൺമണി നേരെ ഓപ്പോസിറ്റാണ്. കൺമണി ഭയങ്കര വർക്കഹോളിക്കാണ്. അതുകൊണ്ട് തന്നെ കൺമണി ഒന്നും മൈൻഡ് ചെയ്യുന്ന പോലുമില്ല കൃഷിനെ. പാവം കൃഷി എന്ത് ചെയ്യാനാ, ഗതികേട്. അങ്ങനെ കൺമണി ഇങ്ങനെ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഒരു കോൾ വരുന്നത് കൺമണിക്ക്. അപ്പോൾ കൺമണി ഫോണിലൊന്നും നോക്കാതെ ജസ്റ്റ് കോൾ അറ്റൻഡ് ചെയ്യുവാണ്. എന്നിട്ട് ഹലോ എന്ന് വയ്ക്കും. ആ സമയത്ത് ഇത് വരുണാണ്. അങ്ങനെ വരുൺ ഹലോ കൺമണി എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് കൺമണി പറയുന്നുണ്ട് ഹലോ ഇത് ആരാന്ന് മനസ്സിലായില്ല. ആ സമയത്ത് വരുൺ പറയുന്നുണ്ട് ആ കൊള്ളാം, കൺമണി എൻ്റെ ശബ്ദം പോലും മറന്നു അല്ലേ എന്ന് വരുൺ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് കൺമണിയാണെങ്കിൽ ഞെട്ടലോടുകൂടി ഇത് ആരാന്നുള്ള രീതിയിൽ ഫോൺ ഇങ്ങനെ എടുത്ത് നോക്കുന്നുണ്ട്. ആ സമയത്ത് വരുൺ എഴുതിയിരിക്കുന്ന കാണുമ്പോൾ കൺമണി അക്ഷരാർത്ഥത്തിൽ ഞെട്ടുവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്